ഹായ് ഗേസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി എന്താണെന്നുള്ളത്. പലർക്കും അറിയാം, ഞാനിവിടെ ഉസ്ബെക്കിസ്ഥാനിൽ വന്ന് കുറേ കാലം നിൽക്കുന്നു, പിന്നെ അടുത്തത് കസാഖിസ്ഥാനിൽ പോയി നിൽക്കുന്നു. കസാഖിസ്ഥാനിൽ ഉസ്ബെക്കിസ്ഥാനിലായിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ബിസിനസ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കസാഖിസ്ഥാനിൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ 2 യൂണിവേഴ്സിറ്റികൾ ഞാൻ അവിടെ അഡ്മിഷനും കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് കിടന്നിട്ട് യൂണിവേഴ്സിറ്റിയിലായി നമ്മൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലും ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നു. ഇവിടെ താഷ്കന്തിൽ നമ്മുടെ ഹോസ്റ്റൽ കാണിച്ചു തന്നു. ഇവിടെയും ഞാൻ 2 യൂണിവേഴ്സിറ്റികളാണ് ഞാനുമായി ബന്ധപ്പെട്ട അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കുട്ടികളുള്ളതും ഈ 2 യൂണിവേഴ്സിറ്റികളിലാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് എൻ്റെ കൂട്ടുകാരൊക്കെ, എന്തുകൊണ്ടാണ് നീ 4 യൂണിവേഴ്സിറ്റികൾ, അതായത് കസാഖിസ്ഥാനിൽ 2ഉം ഉസ്ബെക്കിസ്ഥാനിൽ 2ഉം, ഈ 4 യൂണിവേഴ്സിറ്റികൾ മാത്രം ചെയ്തു പോരുന്നു, വേറെ യൂണിവേഴ്സിറ്റികളൊന്നും ട്രൈ ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 യൂണിവേഴ്സിറ്റികൾ പ്രത്യേകം എന്നറിയോ, കസാഖിസ്ഥാനിലെ 2 യൂണിവേഴ്സിറ്റികൾ 2 നാഷണൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അതായത് കസാഖിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാനിലെ 2 മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിസ്ട്രിയുടെ കീഴിൽ മെയിനായിട്ടുള്ള 2 പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ്. അതായത് ഈ 4 യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് ലെവലിൽ, അക്കാഡമിക് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത നല്ല ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസാണ്. ഞാൻ വേറെ പ്രത്യേകത വെച്ചാൽ, ഞാൻ 4 കാര്യങ്ങളിൽ ഞാൻ റിസ്ക് എടുക്കാറില്ല. ഞാൻ എപ്പോഴും കംഫർട്ട് സോണിൽ പോകുന്ന ഒരാളാണ്. 4 കാര്യങ്ങൾ ഞാൻ റിസ്ക് എടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നിലവാരത്തിൻ്റെ കാര്യത്തിൽ. കാരണം എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട് എനിക്ക് വേണ്ടപ്പെട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ, കുട്ടികൾക്കോ എടുത്തു കൊടുക്കാൻ പറ്റുന്ന, ഏറ്റവും എനിക്ക് ധൈര്യത്തോടു കൂടി എടുത്തു കൊടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ അത് മാത്രമാണ് ഞാൻ മറ്റുള്ളവർക്കും സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മാത്രമാണ് ഞാൻ അഡ്മിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുക. അതായത് ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി ആയിക്കോട്ടെ, അനിയനായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആരും ആയിക്കോട്ടെ, അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷൻ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അഡ്മിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ 4 യൂണിവേഴ്സിറ്റികൾ മാത്രം ഞാൻ ഒതുങ്ങിയത്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ റിസ്ക് ഞാൻ എടുക്കാത്തത് കുട്ടികളുടെ താമസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാറില്ല, റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. അപ്പോൾ പൊതുവെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് താമസം കാര്യങ്ങളും ചെയ്യാൻ ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, നോക്കി ഏറ്റെടുക്കാറുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിൻ്റെ കാര്യത്തിൽ. സർവീസ് എനിക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന, അതായത് എനിക്ക് നിന്ന് അവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കൂടെ നിൽക്കാനും, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും, യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടത്തിപ്പോരാൻ പറ്റുന്ന സ്ഥലം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾ ചോദിച്ചാൽ, അതായത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇത് താഷ്കന്തിൽ ചെയ്യുകയാണ്. ഈ താഷ്കന്ത് എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഈ ക്യാപിറ്റൽ സിറ്റിയിലാകുമ്പോൾ എനിക്ക് നാട്ടിൽ പോകാനും വരാനും എളുപ്പമാണ്. കുട്ടികൾക്കാണെങ്കിലും ഒരു ഇൻകേസ് എമർജൻസി കേസ് വന്നാൽ കുട്ടികളുടെ പാരൻസിനാണെങ്കിലും ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് 2-3 എയർലൈൻസ് ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഇൻഡിഗോ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ എയർവേസിൻ്റെ എയർ ആസ്ഥാന ഉണ്ട്. അങ്ങനെയൊക്കെ ഡൽഹിയിൽ നിന്നും നമ്മുടെ കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ആയിട്ട് കണക്ഷൻ ഫ്ലൈറ്റ്സ് ഒക്കെ ഇവിടത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ മാക്സിമം ഒരു 6 മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടത്തേക്ക് എത്താം. അതാണ് താഷ്കന്തിലേക്ക് എത്താനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടാമത്തെ, താഷ്കന്ത് ക്യാപിറ്റൽ സിറ്റിയാണ്. ഇവിടെ കിട്ടാവുന്ന ഫെസിലിറ്റീസ് കഴിഞ്ഞിട്ടേ ബാക്കി ഉസ്ബെക്കിസ്ഥാനിൽ എവിടെയും ഫെസിലിറ്റീസ് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫെർഗാന ആയിക്കോട്ടെ, ബുഹാറ, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റൊക്കെ ഉണ്ട് ഇവിടെയുള്ള മറ്റുള്ള സിറ്റീസ്. ആ സിറ്റീസ് ഒന്നും എടുക്കാത്തത് വെച്ചാൽ അവിടത്തേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. ഡയറക്റ്റ് പോകാൻ പറ്റില്ല വെച്ചാൽ, നാട്ടിനിപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് ചെന്നെത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും ചെയ്യാത്തത്. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് കുട്ടികളുടെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട, ഫീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏറ്റവും കുട്ടികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഫീസിൻ്റെ കാര്യത്തിൽ മാന്യമായിട്ടുള്ള ഡീലിങ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന താഷ്കന്തിൽ ഞാൻ ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റികൾ, ഒന്ന് താഷ്കന്റ് മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതിന് മുന്നിലേ ഞാൻ ഉള്ളത്. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയാണ്. അത് ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഈ 2 യൂണിവേഴ്സിറ്റിയാണ്. ഇത് രണ്ടിനും പ്രത്യേകിച്ചാൽ എല്ലാ അക്രഡിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് WFME, ECFMG, അതുപോലെ തന്നെ NMCയുടെ ഗൈഡ് ലൈൻ അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇവിടെ പഠിച്ചൊരു കുട്ടിക്ക് നാട്ടിലാണെങ്കിൽ USA വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫെർഗാനയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം USA വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ധാരണ കുറവുണ്ട്. ഫെർഗാന അതുപോലെ 2-3 യൂണിവേഴ്സിറ്റികളൊക്കെ.
അപ്പം അങ്ങനെയുള്ള കുറച്ച് റിസ്ക്കുണ്ട്. പക്ഷേ ഇവിടെ ആകുമ്പം ഈ കാര്യങ്ങളൊക്കെ ഓൾ റൗണ്ട് നമുക്ക് നോക്കുമ്പം കുട്ടികളുടെ താമസ സൗകര്യം നമ്മൾക്ക് സേഫാണ്, നമ്മുടെ പ്രൈവറ്റ് ഹോസ്റ്റലുണ്ട്, ഏറ്റവും സുരക്ഷിതമാണ്, നമ്മുടെ നാട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നു, കുട്ടികളെ ഹാപ്പിയാണ് അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർവീസ് 24 hours നമ്മുടെ സർവീസിൻ്റെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാകും. കുട്ടികളുടെ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്നെത്താൻ പറ്റും. ഇൻ കേസ് നാട്ടിലാണെങ്കിൽ പോലും എനിക്ക് ഇവിടത്തേക്ക് ഓടി വന്ന് കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യാനും ഇതാക്കാനും പറ്റും. കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നേരെ ഡയറക്റ്റ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ഒന്നാമത്. വേറൊന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പലതും ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതിന് കാരണം വെച്ചാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പലതും പല സന്ദർഭങ്ങളിലായിട്ട് പല ഇഷ്യൂസും നേരിടുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയി പോകുന്ന കുറേ സിറ്റുവേഷൻ. ഇപ്പോൾ അർമേനിയ ആണെങ്കിലും കിർഗിസ്ഥാനാണെങ്കിലും കസാക്കിസ്ഥാനിലൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് കുട്ടികൾ പ്രശ്നത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒരിക്കലും നമ്മൾക്കൊരു ശാശ്വതമായ അല്ലെങ്കിൽ ധൈര്യത്തോടെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിഹാരമായിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ല ഈ ഒരു കോഴ്സിന്. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും കൂടുതൽ വേർപ്പിക്കുന്നില്ല, ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ അന്നേരം പറയാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മുടെ ടാഷ്കന്റ് മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 4 ഗേറ്റുകളിൽ ഒരു ഗേറ്റാണ്. ഈ വരുന്നതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ്, PG സ്റ്റുഡൻസ് ഉണ്ട്, UG സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് പിള്ളേർ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇത് നല്ലൊരു ലെക്കാട്ടോ കിട്ടിയത്. ഹായ് ബ്രോ, எப்படி இருக்கு கிளாஸ் முடிஞ்சாச்சா? எப்படி இருக்கு? அர்ஜென்ட்டா ரூமுக்கு போகணும், கூட வரணும். ஜும்மா இருக்கு. ஓகே ஃபைன், நான் ஜும்மா அங்கே എത്തിത്രേ. ഓക്കെ ബൈ. ഓക്കെ, അത് നമ്മുടെ പയ്യന്മാരാട്ടോ. അതിൽ ഫ്രണ്ടിലെ കുറച്ചെണ്ണം മലയാളീസ് ഉണ്ടായിരുന്നു, പിന്നെ അവർ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത വെച്ചാൽ ഇവിടെ 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മെഡിക്കലും ഉണ്ട് ഡെൻ്റലും ഉണ്ട്. ഓക്കെ, അതായത് ടാഷ്കന്റ് മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് താഷ്കന്റ് സിറ്റിയുടെ സെൻട്രലാണ് വരുന്നത്. താഷ്കന്റ് സിറ്റിയിലാണ്, സിറ്റിൻ്റെ അകത്താണ് ഇത് വരുന്നത്. ഇത് വലിയൊരു ക്യാമ്പസ് ആട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ നീണ്ട് വരുന്ന കിടക്കുന്ന പാർക്ക് പോലെ. നമ്മുടെ കസാഖ് അൽഫറാബിയിൽ ഉണ്ടല്ലോ, അൽമാട്ടിയിലെ അൽഫറാബി പോലെ തന്നെ ക്യാമ്പസ്, വലിയ ക്യാമ്പസാണ് ഇതിന്. കണ്ടോ, അങ്ങോളം വരെ ഇങ്ങനെ പാർക്കും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് പമ്പൻ സെറ്റപ്പാണ്. ഇതൊക്കെ കുട്ടികൾ ഉള്ള ഓൺ ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെൻ്റലും ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കലും ഉണ്ട്. ഇവിടെ ഡെൻ്റലും ഫേമസ് ആട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ മെയിൻ ഡെൻ്റലിൽ ഇത് ഈ യൂണിവേഴ്സിറ്റി ഫേമസ് ആണ്. കാരണം ഒരുപാട് മേജർ സർജറീസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നതിൻ്റെ പേരിൽ ഡെൻ്റൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഇതുണ്ടോ, താഷ്കന്റ് സ്റ്റേറ്റ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് അവർ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്, ക്യാമ്പസ്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് ആദ്യം ഡീൻ ഓഫീസ് പോവാം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലുള്ള യൂണിവേഴ്സിറ്റിയാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഇതിൻ്റെ ആദ്യത്തെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒരുപാട് തവണ പേര് മാറിയിട്ടുണ്ട് കേട്ടോ, 4-5 തവണ. ആദ്യത്തെ പേര് എന്ന് വെച്ചാൽ തുർക്കിസ്ഥാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു. പിന്നീട് തുർക്കിസ്ഥാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഇത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് മാറിയ ശേഷം ഇത് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള രാജ്യമായതിനു ശേഷം ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ടാഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാക്കി. ടാഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് അന്ന് മാറ്റിയ സമയത്ത് തന്നെ ഇതിന് 4-5 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു ഫെർഗാനയിലുള്ളത്. പിന്നെ വേറൊരു സിറ്റിയിലും 2-3 സിറ്റിയിൽ ഇതിൻ്റെ പല ബ്രാഞ്ചസും ഉണ്ട് ഈ ടാഷ്കന്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെങ്കിൽ. പിന്നീട് അതെന്ത് ചെയ്തു, ഓരോന്നും സെപ്പറേറ്റ് ബ്രാഞ്ച് സെപ്പറേറ്റ് ആയി വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആകുന്നതും, അതുപോലെ തന്നെ ഇവിടെ ടാഷ്കന്റ് മെഡിക്കൽ അക്കാദമി ഇവിടുന്ന് മാറിയിട്ട് വേറെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ട് അത് സെപ്പറേറ്റ് ആകുന്നതും. അപ്പം ടാഷ്കന്റ് മെഡിക്കൽ അക്കാദമിയും ഈ ടാഷ്കന്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ ഒരേ ഇതിന് കീഴിലുണ്ടായിരുന്നതാണ്, ഒരേ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. പിന്നെ ഇതൊക്കെ സ്പ്ലിറ്റായി വേറെ തന്നെ മാറി അങ്ങനെ പോയതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഞാൻ കാണിച്ചത് ഈ സൈഡിൽ ഇപ്പം 100 വർഷത്തിനിടയിൽ 4-5 തവണ പേര് മാറി. ഇപ്പോൾ അവസാനം ടാഷ്കന്റ് മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിലാണ് ഇത് നിൽക്കുന്നത്. കാരണം ഈ ഒരു കോമ്പൗണ്ടിൽ ഫാക്കൽറ്റി ഓഫ് മെഡിസിനും ഉണ്ട്, അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് ഡെൻറ്റിസ്ട്രിയും ഉണ്ട്, ഡെൻ്റൽ. അപ്പോൾ ഇത് രണ്ടും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, രണ്ട് ഡിപ്പാർട്ട്മെൻ്റായിട്ട് തന്നെ. അപ്പോൾ ഈ സൈഡിൽ കാണുന്നുണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ഇത് ഞാൻ പറഞ്ഞ 100 വർഷത്തിലധികം പഴക്കമുള്ള യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ആട്ടോ. ഏകദേശം 1920 ഈ യൂണിവേഴ്സിറ്റീൻ്റെ തുടക്കം. അപ്പം ഏകദേശം 104 വർഷം, 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്.
ഇത് അങ്ങോട്ടേക്ക് വേറെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ എന്തായാലും ഡീൻ ഓഫീസിൽ ഒന്ന് പോകണം. ഡീൻ ഓഫീസിലും നമ്മുടെ ഇവിടുത്തെ വേറെ പയ്യൻ. ഹായ്, എന്താണ് ഏനോ സമാചാരം? ചെന ഇതാ എന്നിട്ട് ക്ലാസ് കഴിഞ്ഞോ? വ്ളോഗ് എടുക്കാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കുന്നത്. എവിടെ ബാക്കിയുള്ളവരൊക്കെ? ആ ബോയ്സ് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, ക്ലാസ്സിലൊക്കെ അടിപൊളിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ ഈ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇത് 100 വർഷത്തിലധികം പഴക്കമുള്ള ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബിൽഡിംഗ് ആട്ടോ. അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റിയാണിത്. ഇതിപ്പോൾ ഞാൻ കുറേ സമയം നടക്കുന്നത്, ഏകദേശം 1 കിലോമീറ്റർ ആയി നടക്കുന്നു തോന്നുന്നു ഇതിനകത്തുകൂടി. എനിക്ക് ഡീൻ ഓഫീസ് പോകണം. ഡീൻ ഓഫീസിൽ നമ്മുടെ അഭിനവ് ഉണ്ട്. അഭിനവിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അഭിനവിനെ പരിചയപ്പെടുത്താൻ വിട്ടു. ഒരു പക്ഷേ പഴയ നമ്മുടെ യാസിം ബ്രോ വന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അഭിനവ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും അന്നേരം അഭിനവിനെ. എന്തായാലും അങ്ങനെയാണ് സംഗതി. അപ്പം അത്രയും പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിനകത്താണ് വരുന്നത്. ഈ ഒരു ഇടത് സൈഡിലേക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ടല്ലോ, ഈ പഴയ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടുത്തെ ഓർത്തോപീഡിക്സ്, അതുപോലെ തന്നെ ന്യൂറോ, പിന്നെ ഗൈനക്ക്, അതുപോലെ തന്നെ നെഫ്രോളജി, ഏകദേശം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഈ ക്യാമ്പസിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിനിക്സിനൊക്കെ അങ്ങനെ അത്യാവശ്യം, അതായത് ഇതിൻ്റെ കീഴിൽ ഏകദേശം 10-20 അടുത്തോളം ക്ലിനിക്സ് ഉണ്ട്. 10-18-20 അങ്ങനത്തെ ക്ലിനിക്സ് ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മാത്രമുണ്ട് കുട്ടികൾക്ക് പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ഓഫീസിൻ്റെ ഒക്കെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഡീൻ ഓഫീസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോവാം. മറ്റൊരു സംഗതി വെച്ചാൽ ഇത് ഞാനെന്താ അറിയോ ആലോചിച്ചെടുത്ത് ഇങ്ങനെ പറയുന്നത്, എന്താ പറയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടേ. അപ്പോൾ അതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ സംഗതി വരുന്നത്. വളരെ കുറഞ്ഞ ഫീസാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പുതിയതായിട്ട് വേറൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ മിനിസ്ട്രിയുടെ കീഴിൽ മിനിസ്ട്രി കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആ ഒരു മെയിൻ ഒരു പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ള പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കൂടി നിന്നത്. അങ്ങനത്തെയാണ് അവസ്ഥ. ഇവിടെ നമ്മൾ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട 2-3 കുട്ടികൾ, 2-3 ആൾക്കാരുടെ മക്കൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വെച്ചാൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ. അപ്പോൾ ഇത് മൊത്തത്തിൽ വലിയ ക്യാമ്പസാണല്ലേ. ശരിക്കും ഒരു ഡ്രോൺ വീഡിയോ എടുക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റില്ല. കാരണം ഫുള്ള് പാർക്ക് മോഡലായതുകൊണ്ട് ഫുള്ള് മരങ്ങളായിരിക്കും കാണുക. ശരിക്കും ഇത് ഡ്രോൺ വീഡിയോയിൽ ഒരു പാർക്ക് പോലെ ഫീൽ ചെയ്യുള്ളൂ. അത്രത്തോളം യൂണിവേഴ്സിറ്റി. ഇതിനകത്ത് തന്നെ ഒരുപാട് കഫ്റ്റീരിയ, റെസ്റ്റോറൻറ്റ്സ്, ഇത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. എന്താല്ലേ. അപ്പം ശരിക്കും നമ്മൾ ഈ കേൾക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലെ 100 വർഷത്തിലധികം പഴക്കമുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു ബിൽഡിങ് ഫുള്ള് 100 വർഷം. അതിപ്പോൾ ഇനി ഉപയോഗിക്കാൻ പറ്റുന്നൊന്നുമില്ല. ഇത്രയും വർഷം പഴക്കമില്ലേ, ഇനി ഇത് അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. നമുക്കെന്തായാലും ഡീൻ ഓഫീസിലൊന്ന് ഞാൻ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഇതാണ് നമ്മളുടെ പിള്ളേരൊക്കെ കണ്ടു ഇവിടെ. ഇത് നമ്മുടെ പിള്ളേരാട്ടോ, ഇത് വേറെ കൺട്രീൻ്റെ പിള്ളേരാണ്. ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നിട്ട് വരെ നോക്കുകയാണ്. ഇതിനു മുമ്പൊന്നും ഞാനിവിടെ വരുമല്ലോ വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ സാധാരണ ഇവിടെ കയറി വരും പോകുന്നില്ലാതെ. എന്തായാലും ഡീൻ ഓഫീസ് ഇതാണ്. ഈ ഒരു ബിൽഡിംഗ് ആട്ടെ, ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ്റെത്. തിയറി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക. ഓക്കെ, അത്യാവശ്യം വലിയ ബിൽഡിംഗ് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഡീനെ കണ്ടിട്ട് തിരിച്ചു വരാവേ. അപ്പോൾ ഡീൻ ഓഫീസിൽ നമ്മൾ ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ അഭിനവ്, നമ്മുടെ മുത്ത് അഭിനവാണ്. ഇവിടുത്തെ നമ്മുടെ A to Z കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെൻറ്റേഷനും ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പക്ക ആട്ടോ ആൾ ചെയ്യാം. അപ്പോൾ ഇവനുള്ളതുകൊണ്ട് ഇവിടെ അത്യാവശ്യം കാര്യങ്ങൾ, ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിംഗ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞ ആ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ. അതിന് എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ? എക്സ്ട്രാ പറയാനെന്ന് വെച്ചാൽ നമുക്ക് പുതിയ NMC, അതായത് ഉസ്ബെക്കിസ്ഥാൻ്റെ തന്നെ ഗവൺമെൻറ് നേരിട്ട് ഓപ്പൺ ചെയ്തൊരു ബിൽഡിംഗ് ആണത്. നാഷണൽ മെഡിക്കൽ സെൻറ്റർ എന്നുള്ള രീതിയിലാണ് തുറന്നേക്കുന്നത്. അത് ഇൻസൈഡ് ഉസ്ബെക്കിസ്ഥാൻ അവരുടെ ലോക്കൽസിനായാലും എല്ലാവർക്കും വന്ന് അവിടെ ചികിത്സിക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ നമുക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെയും അതിന്റെ ഉള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളും അവർക്ക് അതിന്റെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്.
അതായത് ഈ NMC പറയുന്നത് ഇവിടുത്തെ നാഷണൽ മിനിസ്ട്രിയുടെ, അതായത് നാഷണൽ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ നാഷണൽ മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ് കേട്ടോ. ഹെൽത്ത് മിനിസ്ട്രിയുടെ കീഴിലുള്ള ബിൽഡിംഗ് ആണ്. അതായത് ഉദാഹരണത്തിന് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് 100% നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആ ക്ലിനിക്സ് കുറച്ചും കൂടിയും, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ വന്നത് അത്യാവശ്യം നല്ല അടിപൊളി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ആ രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനും ഇതൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് കിട്ടുന്നത്. അതന്നെ ജസ്റ്റ് പുതിയതാണ്, ജസ്റ്റ് ഇപ്പോൾ 2024 ഓപ്പൺ ആക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വ്ളോഗ് തന്നെ എടുത്തത്. അപ്പം പിള്ളേർ ഇങ്ങനെ കണ്ട് പറയാം നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി ഇവിടെ. അപ്പോൾ നമ്മൾ സാറിന് വ്ളോഗ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. എന്തായാലും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡീൻ ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ നടന്നപ്പോൾ ഇതാ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ എന്തൊക്കെ സബ്ജക്റ്റ് നടക്കുന്നല്ലോ? ഇവിടെ നമ്മൾ സ്റ്റുഡൻസ് ഫ്രഷ് ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ്സുകൾ, അതായത് നമ്മുടെ അനാട്ടമി, മെഡ് ബയോ, ടോപ്പോഗ്രാഫി, അനാട്ടമി, ഹിസ്റ്റോളജി, അതായത് ബേസിക് സബ്ജക്ട്സുകളൊക്കെ ഇതിൻ്റെ അകത്താണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈബ്രറി ഉണ്ട്. അതുപോലെ AI സ്റ്റിമുലേറ്റഡ് അനാട്ടമി ടേബിൾ കാര്യങ്ങൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി. അപ്പോൾ ഇത് ഇവിടെയാണ് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും തിയറിയും മറ്റുള്ള പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. പിന്നെ അപ്പോൾ മുതൽ ഇവർ ഓൾമോസ്റ്റ് വലൈക്കും അസ്സലാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ ഒരു അടുത്ത വലത്തോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. അല്ല നമ്മൾക്ക് ഇവിടെ ഇവർക്ക് ക്ലിനിക്സ് ഫസ്റ്റ് ഇയർ മുതലേ പോയി തുടങ്ങൂലേ? ക്ലിനിക്സ് ഒരു സെക്കൻഡ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അനാട്ടമി കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ഇയർ തൊട്ട് ഇവിടെ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കസാഖിസ്ഥാനിലാണെങ്കിൽ തേർഡ് ഇയർ തൊട്ടാണ് മെയിനായിട്ട് പോയി തുടങ്ങുക. ഇവിടെ സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങൾക്ക് ക്ലിനിക്സും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇത് വരുന്നുണ്ട്, ഡെന്റലിൻ്റെ ആണല്ലേ? ഇത് ഡെന്റൽ ഹോസ്പിറ്റലാട്ടോ. ഓക്കെ, ഇവിടുത്തെ ആൾക്കാരെ മെയിനായിട്ട് പല്ല് കേൾക്കുന്ന കുറവല്ലേ, പല്ലേക്കൂല. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പല്ലിനെ പലരും ശ്രദ്ധിച്ചാണ്. ഉസ്ബെക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ചിരിക്കുമ്പോൾ അവർക്ക് ഗോൾഡൻ പല്ലായിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ ഭയങ്കര പ്രൗഡാണല്ലോ, അവർക്ക് ഭയങ്കര അഭിമാനമാണ് ഈ ഗോൾഡൻ പല്ലൊക്കെ വെക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പല്ലിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സർജറീസും കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്ന, എനിക്ക് ഉസ്ബെക്കിസ്ഥാൻ അറിയപ്പെടുന്ന ഒരു ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണല്ലോ ഇത്. ഡെന്റൽ ഹോസ്പിറ്റലാണ് മെയിനായിട്ടുള്ള. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രൽ ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? അതെ. ഓക്കെ ഓക്കെ, സെൻട്രൽ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ മെഡിക്കൽ അല്ലേ? 150 കൊല്ലം പഴക്കമുണ്ടല്ലോ ഇത് ശരിക്കും. ഓക്കെ, 180 years എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് നമ്മൾ ഓർത്തോൻ്റെ അല്ലേ വരുന്ന ഈ ഒരു ഓക്കെ സ്റ്റേഡിയത്തിൻ്റെ അതിനപ്പുറത്താണ് ഓർത്ത് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നടന്നിട്ട് വന്നപ്പോൾ ഈ സ്പോർട്സിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്, ഇൻഡോർ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ആട്ടോ അതിനകത്ത്. പിന്നെ ഇവിടെ ചെറിയൊരു ടർഫ് ടൂർണമെന്റും എല്ലാ സകലവിധ സ്പോർട്സ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ടൂർണമെന്റ് ഉണ്ടാവും കേട്ടോ. ഇവിടുത്തെ ആൾക്കാരും എല്ലാ നാഷണാലിറ്റീസും ഒരുമിച്ചുള്ള ടീമും കാര്യങ്ങളൊക്കെ എക്സ്പോഷർ നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിൽ അതിൻ്റെ പഠിത്തം മാത്രമല്ല കളിയും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുള്ളതും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് ബിൽഡിംഗ് എത്താനായിട്ടോ. ഇത് കുറേ നടക്കണം, ഇതിനകത്ത് മൊത്തം എന്താ പറയുക വ്യാപിച്ച് കിടക്കുന്ന ക്യാമ്പസ് ആട്ടോ ഇത്. ഇത് ഗൈനക്കിൻ്റെ, അതായത് ഗൈനക്ക് എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിൻ്റെ കണ്ടോ, എന്താ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കണ്ടോ ഇവിടെ ബോർഡ്. ദ പബ്ലിക്കൻ സെൻറ്റർ ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ്റെ. ഇപ്പം ഇവിടെയാണ് ഗൈനക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായത്. ഇത് റിനോവേഷൻ നടക്കുന്നു അല്ല മൊത്തം. ഇതും പഴയ ബിൽഡിംഗ് ആണ്, അപ്പോൾ റിനോവേഷൻ നടക്കുന്നത് വേറെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം, ഇതിനകത്തൊക്കെ പണിയെടുക്കാം കേട്ടോ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കണം. പഴയ ബിൽഡിങ്ങൊക്കെ മൊത്തം മാറ്റി പുതിയതിലേക്ക് മാറ്റാണ്. അപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്നിട്ട് നമ്മളിതാ NMCയുടെ മുന്നിലെത്തി.
ഇതാണ് NMC പറഞ്ഞത്. NMC നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിലുള്ള ഇവിടുത്തെ നാഷണൽ മെഡിക്കൽ സെൻ്ററാണ്. അതായത് നമ്മൾ നേരത്തെ കാണിച്ച പഴയ ബിൽഡിങ്ങിന് പകരം ഫുള്ള് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടവർ അതൊക്കെ റിനോവേഷൻ നടത്തിയിട്ട് അവിടെ ഇനി പുതിയ ബിൽഡിങ് വേറെയും വരും. ഇത് അവിടുന്ന് മൊത്തം ഇങ്ങോട്ടേക്ക് ഈ കാണുന്നത് കണ്ടോ, ഇത് പ്രാവശ്യം നല്ല ഏക്കർ കണക്കിനുണ്ട് കേട്ടോ ഈ ബിൽഡിങ്. അപ്പോൾ ഇതാണ് നാഷണൽ മെഡിക്കൽ സെൻറ്റർ. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ തൊട്ട് ഇപ്പം ഫോർത്ത് എല്ലാ ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫുള്ള് ഇവിടെ ക്ലാസ്സാണ്. ഓൾമോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇങ്ങോട്ട് മാറിയല്ലേ. ഇതാണ്ടോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ താഴത്തുണ്ട്. ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങോട്ടേക്ക് മാറ്റി മൊത്തത്തിൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിലേ ഒന്ന് ഫ്രണ്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് കഴിഞ്ഞാൽ ഇന്ന് തീരത്തില്ല, അതുകൊണ്ട് ആ ഒരു റിസ്ക് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തെ കാണിച്ചു തരാം. ഇതാണിപ്പോൾ പുതിയ നാഷണൽ മെഡിക്കൽ സെൻറ്റർ ഉസ്ബെക്കിസ്ഥാൻ്റെ. നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആട്ടോ പുതിയ. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഇനാഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്താണ് മൊത്തം ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഏകീകരിച്ചത്. അതിനകത്ത് കുറേ ബെഡൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം വലിയ ഇതിൻ്റെ ബാക്കിലോളം ഉണ്ടത്. അങ്ങനെയാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ നാഷണൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാലും മതി. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, എൻ്റെ നമ്പർ ചെയ്യാൻ വേണമെങ്കിൽ അതിൽ വിട്ടുതരാം. ഓക്കെ, അതുകൊണ്ട് ഇതിനകത്തൊക്കെ ആളുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പുതിയ തിയേറ്ററും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടോ അല്ലേ? താഴെ എക്സ്റേ, അതുപോലെ MRT, CT കാര്യങ്ങളൊക്കെ താഴെ വരുന്നു. ഫസ്റ്റ് ഫ്ലോർ റിസപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കൺസൾട്ടിങ്. ഇത് മോളിക്ക് സർജറി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ, വേറൊരു അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരും ഇപ്പം നാഷണൽ മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് സെപ്പറേറ്റ് ആകാൻ പോവാണ് കേട്ടോ. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെപ്പറേറ്റ് ആവും, ഡെന്റൽ സെപ്പറേറ്റ് ആവും. അതും കൂടി സെപ്പറേറ്റ് ആവും. ഞാൻ പറഞ്ഞ പോലെ TMA അതുപോലെ TSD ഒക്കെ വേറെ വേറെ ആയിട്ട് മാറാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് മൊത്തമായിട്ട് നാഷണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് വരും അല്ലേ. ഡെന്റൽ അപ്പുറത്തെ സൈഡും ഇതും മെഡിക്കലുമായിട്ട്. അത്യാവശ്യം ഭയങ്കര ബിൽഡിങ്ങാണ് കേട്ടോ. എന്തായാലും സെറ്റപ്പ് അടിപൊളിയാണ്. കാരണം ഇത് ഇവിടുന്ന് തന്നെ ആ ക്ലാസ്സിൻ്റെ അകത്തേക്ക് കാണുന്നുണ്ട്. ഇവിടുത്തെ ബെഡും കാര്യങ്ങളൊക്കെ വമ്പൻ സെറ്റപ്പ് ആട്ടോ, ഇൻറ്റീരിയറൊക്കെ. പിന്നെ ഇതിനകത്ത് കയറി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബൈസ്റ്റാൻഡേഴ്സിന് പോലും അലൗഡല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിപ്പോൾ 2022-23 വരെ പണി തുടങ്ങിയത്. ഇതിന് വലിയ ബിൽഡിങ്ങാണ്. ബാക്കിലോടും കുറേ അത്യാവശ്യം ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് നാഷണൽ മെഡിക്കൽ സെൻറ്റർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് നാഷണൽ മെഡിക്കൽ സെൻറ്റർ. അപ്പോൾ ഇതാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ ഞാൻ നീട്ടി വിളിക്കാന്ന് വെച്ചാൽ ബോറിംഗ് ആവും. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. അതല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇതിലുണ്ടാവും. അതിന് ബന്ധപ്പെട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു പരിധിയിൽ. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ഉസ്ബെക്കിസ്ഥാനിലേക്ക് സ്വാഗതം. നമ്മളിവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ കുട്ടികളെ പേരൻസിനോടാണ് നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇവിടുന്ന് അക്കാഡമിയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി നല്ലൊരു ഡോക്ടറായിട്ട് തിരിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. അപ്പം മാക്സിമം ആൾക്കാർക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.